എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 80-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. അഗസ്ത്യോപദേശം. കർമ്മയോഗം. ഭൂപതിക്കുള്ളം തന്നിൽ വെളിവേകിയിടുന്നേരം താപസൻ പാദങ്ങളിൽ കുമ്പിട്ടാൻ മഹാരാജൻ. താണു വീണെഴുന്നേറ്റ പാണ്ഡ്യനും മുനിയോട് ഈണത്തിലപേക്ഷിച്ചാൻ മാമുനി കുലോത്തമാ. ആദ്യന്തവിഹീനമാം വേദ്യനല്ലാതാം ദേവൻ സാക്ഷിഭൂതേശൻ സകല ജഗതാധാരഭൂതൻ ദേവൻ എന്നുടെ ഭവനത്തിൽ പുത്രനായി വസിച്ചതിൻ മുന്നിലുണ്ടോ മറ്റു ഭാഗ്യങ്ങൾ മഹാമുനേ. സർവശക്തനാം പരബ്രഹ്മത്തെ പുത്രത്തിൽ ഉർവയിൽ ലഭിച്ചിടിൽ ശേഷമായി പാപൗഖങ്ങൾ വേറെയായി നിന്നിടുമോ പൂജ്യനാം മഹാമുനേ. ഏറെയായി അരുൾ ചെയ്യൂ പാപവാരണത്തിനായി. സച്ചിദാനന്ദൻ തൻ്റെ ദർശനം ലഭിക്കുമ്പോൾ ഭസ്മമായിടും പാപജാലങ്ങളെന്നേയുള്ളൊരു വേദസമ്മതം ഇപ്പോൾ ദൂരെയായി ഭവിക്കയോ. വേറിടാൻ ദുഃഖങ്ങളെ പാരാതെയോതേണമേ. ഇങ്ങനെ നോക്കിയിടുമ്പോൾ വേദരൂപനാം നാഥൻ മോദമായി മമാലേ നന്ദനഭാവം പൂണ്ട് 6-2 വാണ നേരത്ത് മമ പാപം പോവാപതായി ഭവിച്ചതിൻ ഹേതു മോദേണമേ. ഭൂപാലവീരൻ്റെ പങ്ക്തികൾ കേട്ടുടൻ മാമുനി പൊങ്കവനോദിനാൻ മെല്ലവേ. ഗന്ധർവരാകിലും കിന്നരരാകിലും യക്ഷരക്ഷോവർഗദേവന്മാരാകിലും പാതാളലോകെ വസിക്കും അസുരരും ഭൂതലേ മേവും മനുജരെന്നാകിലും പ്രാരാബ്ധകർമ്മഫലങ്ങൾ പുജിക്കുവാൻ പോരുമേ സംഗതി വീരനാം മന്നവ. ദേവദേവേശനാം ശ്രീഭൂതനാഥനെ ഭൂപതേ നീയും നനച്ചിതോ ഈശനായി. ഭാവസ്വരൂപനാം നാഥനെ നീ മുതാ ഭാഗ്യനിധേ നിജപുത്രനായി കാണുകയാൽ പുത്രവാത്സല്യമെന്നെ പരബ്രഹ്മത്തെ ചിത്തെ ധരിച്ചതോ പന്തള മന്നവ. ത്വൽപ്രജാവൃന്ദവും മറ്റുള്ളവർകളും കണ്ടാർ മണികണ്ഠം ത്വൽപുത്രനായി തഥാ. ആകയാൽ മന്നവ നിങ്ങൾ സമസ്തരും ഭൂതേശനെ ദൈവഭാവേന കണ്ടതോ. വന്നീലവർക്കും ഭവാനും പരബ്രഹ്മത്വന്യീഭാവം ഭഗവാനിൽ ഭൂപതി. വന്നു ചേർന്നു രാഗഭാവങ്ങൾ പുത്രനിൽ വന്നു ഭവിച്ചതു പിന്നെയും പാപങ്ങൾ. അന്നു ഞാൻ ചൊന്നതോർത്തു ഭഗവാനെ. ഒന്ന് നീ മാനസേ കൽപ്പിച്ചിരുന്നെങ്കിൽ ഒന്നുപോലും തവ പാപങ്ങൾ ബാക്കിയായി വന്നിടുവാനും ഇടമില്ല മന്നവ. പാപവിനാശനാർത്ഥം ഭജിച്ചിടാതെ പാപങ്ങൾ എങ്ങനെ പോയി വരും. കുലാചാര്യനാം ദേശികനുള്ളത്തിൽ ത്വത്സുതനെ ബ്രഹ്മരൂപിയായി കാണുകയാൽ ശ്രീമണികണ്ഠനും മോദേന പുത്രന്റെ ദീനതയെല്ലാം ഒഴിച്ചതോർത്തു ഇടടോ. ശ്രീമണികണ്ഠന്റെ സാരാംശമൊക്കവേ ധീമാനാം ദേശികൻ മുന്നം ശ്രവിച്ചപ്പോൾ ശിഷ്യരല്ലാതുള്ള ദൈവിക ഭാവത്തിൽ നിശ്ചയിച്ചുള്ളത്തിൽ പ്രാർത്ഥിച്ച കാരണം തന്നെ പാപങ്ങളെല്ലാം അകറ്റുവാൻ അന്നു തന്നെ ഗുരുപ്രാപ്തനായി മന്നവ. തന്നെ പൈതലാം ബാലകൻ കാനനെ അന്നു പുലിപ്പാലിനായുടൻ പോകുമ്പോൾ വന്നുകൂടിയിടുമോ സംഗതി എന്ന് നീ തന്നെ ഉള്ളിൽ നിരൂപിച്ചതല്ലയോ. കണ്ട മുഹൂർത്തത്തിൽ ആചാര്യൻ ബ്രഹ്മത്വഭാവങ്ങൾ ഉള്ളെന്നനച്ചുതേ. രണ്ടുപേരും കണ്ട രീതികൾ ഓർക്കുകിൽ രാഗവൈരാഗ്യാദി കണ്ടിടാം മന്നവ. ത്രേതായുഗത്തിങ്കലാരിനാം കോസലൻ പ്രീതനായി പുത്രനായി രാമനെ ഓർക്കയാൽ സത്പുത്ര ലാളനാശ്ലേഷം വെടിഞ്ഞപ്പോൾ സത്യവാൻ പങ്ക്തി രഥനം തവിച്ചില്ലേ. പുത്രനെന്നാകിലും നാഥനെ ഉള്ളത്തിൽ സത്യസ്വരൂപനായി കാണുക കാരണം പൃഥ്വീശ്വരൻ തൻ്റെ ശാപം തടുക്കുവാൻ പൃഥ്വീപതികൾക്കെളുതായില്ല മന്നവ. പുത്രനാമൻ നിജവക്ത്രത്തിൽ ചിത്രമായി പൃഥ്വീപതി ചിത്തത്തിൽ തപ്തനായി പുത്രവിയോഗേന കായം വെടിയുവാൻ സുമിത്രാപതിക്കും ഗതി വന്നു മന്നവ. യാഗാദിദാന ധർമ്മങ്ങൾ നിമിത്തമായി രാജാതിശരഥൻ പ്രാപിച്ചു സ്വർഗവും. എങ്കിലും സത്പിണ്ഡദാനത്താൽ അല്ലയോ പങ്ക്തിരഥന് വൈകുണ്ഠം ലഭിച്ചതും. തുങ്കനെന്നാകിലും രാഗാതിമൂലമായി സങ്കടമെന്ന് ഭവിച്ചതിൻ കാരണം തങ്കലെ കാമങ്ങൾ കൈവെടിഞ്ഞിടുവാൻ ചിന്ത വരിക്കാതിരിക്കയാൽ ഭൂപതേ. ഭാർഗവരാമനും ശ്രീരഘുരാമനും രോഹിണി സൂനു ബലരാമവീരനും മാനിനി മാർവന ചോരനാം ദ്വാരകാനാഥനാം കായാമ്പൂവർണ്ണനും കാണുകയിൽ തീർത്ഥപാദന്മാർ അവരെങ്കിലും പോയി പുണ്യതീർത്ഥങ്ങളാടിയിലയോ നിലപുങ്കവ. ആകയാൽ ഗാത്രം ധരിപ്പവരേവരും കാമം വെടിയണം വൈരാഗ്യമാളണം. നിഷ്കാമകർമ്മങ്ങൾ തന്നെ നിനച്ചെന്നാൽ ഉൾത്താലിലാനന്ദദീപം തെളിഞ്ഞിടും. രൂപിയായി ആകാരരൂപിയായി സദ്ഗുണം പാരാതെ നിത്യം ഭജിപ്പവർ മാനസം.
പാരാതരൂപിയാം ബ്രഹ്മത്തിൽ ചേരുമ്പോൾ തീരും അവർജനി മൃത്യുദോഷങ്ങളും. മുക്തിക്ക് ഹേതുവായി ഭക്തി ഭവിക്കുമ്പോൾ എത്തിയിടും രാഗാദി ദോഷങ്ങൾ സർവവും. ഭൂമിയിൽ നാഥനയച്ച ശരം ചെന്ന് സ്ഥാനം പതിച്ചുള്ള സ്ഥാനത്ത് ചാരുവായി നാഥന്റെ ആലയം ഒന്നു ചമയ്ക്കിടൂ. മേലിൽ ഈ ലോകങ്ങൾ ശാന്തിയാളുവാൻ നേരോട് ക്ഷേത്രത്തിൽ ദേവപ്രതിഷ്ഠയും വേഗേന സ്വാധ്യായവും അഗ്നിഹോത്രവും പിതൃബലി പൂജകൾ ഭൂതബലികളും അന്നദാനങ്ങളും ആദിയായി അഞ്ചായ പഞ്ചമഹായജ്ഞം അൻപോട് ചെയ്യണം. പഞ്ചഭൂതേശ്വര പ്രീതിയേറിയിടുവാൻ പിന്നീട് തന്മനം ചിത്തചാരി സൂനും തന്നിൽ രമിപ്പിച്ച് വാഴ്കടോ സൗഖ്യമായി. വന്നിടുമപ്പോൾ നിനക്ക് സൗഭാഗ്യങ്ങൾ വന്നുകൂടിയിടുമേ ജന്മാന്തമോക്ഷവും. ആചാര്യപൂജ പിതൃക്കൾ തൻ പൂജയും ആചാരമായുള്ള ദേവതാ പൂജയും. ആദിത്യപൂജകൾ ആത്മപൂജ ഇതി ആചാരമോടുടൻ പാലിച്ചു കൊള്ളണം. ഇങ്ങനെയുള്ളതാം പഞ്ചമഹാപൂജ ചഞ്ചലമെന്നേ ഗൃഹസ്ഥനാൽ ചെയ്യണം. നാലാശ്രമങ്ങളിൽ ശ്രേഷ്ഠം ഗൃഹസ്ഥമായി മൂലോകനാഥരൻ ചൊന്നത് ഇതുമൂലം. ധർമാനുഷ്ഠാനം നനയ്ക്കുവാൻ ഏവർക്കും സന്മതേ നന്ന് ഗൃഹസ്ഥാശ്രമമിടവും. ധർമ്മേണ മാർഗേണ ഭൂമിയിൽ വാഴുന്ന സന്മതികൾ ചിത്തേ നാഥൻ വസിച്ചിടും. മന്നവ ഓതുകിൽ ദേവാലയങ്ങളായി സന്മതികൾ മനമെന്നും വന്നിടുമേ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.